ഹായ് ഹലോ. നമുക്കിന്നൊരു ഹോം റെമഡി കണ്ടാലോ? അത് നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് മുഴുവൻ കളയാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡി. ഒരു 2 പ്രാവശ്യത്തെ യൂസ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തലയിലെ കംപ്ലീറ്റ് താരനും നമുക്ക് കളയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കടുകാണ് കേട്ടോ. കടുക് ഞാൻ ഒന്ന് വാഷ് ചെയ്ത് അരമണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സി ജാറിലേക്കിട്ട് തൈരും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. എന്തിനാണ് നമ്മൾ തൈരും കൂടെ മിക്സ് ചെയ്യുന്നത് ചോദിച്ചാൽ, തൈരും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു ബാലൻസ്ഡ് ആണ്. കാരണം ഈ കടുകിന് ഒരു സെൻസേഷൻ ഉണ്ട്. അതായത് നമ്മൾ തലയിൽ തേച്ച് കഴിയുമ്പോഴത്തേക്കിന് നന്നായിട്ട് ബേൺ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെറുതായി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൈരും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ തൈരും നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ഹെയറിൽ നന്നായിട്ട് ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ സ്കാൽപ്പ് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 10-20 മിനിറ്റ് മാത്രം നമുക്കിത് തേച്ച് പിടിപ്പിച്ചാൽ മതി. അതിൽ കൂടുതൽ നേരം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇത് 2 പ്രാവശ്യം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മാസത്തിൽ ഒരു 2 പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറെ റെമഡി ഒന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ടും കാണാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കാനും പറ്റും. നമ്മുടെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. അതുപോലെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എങ്ങനെയാണ് തേച്ച് പിടിപ്പിക്കേണ്ടതെന്ന് അറിയാമല്ലോ. തലയിൽ ജടയുണ്ടെങ്കിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ ജട കളഞ്ഞതിന് ശേഷം വേണം തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ. ബേണിംഗ് സെൻസേഷൻ ചെറുതായിട്ടുണ്ടാവും. ഇതൊരു 10 മിനിറ്റത്തേക്കേ കാണുള്ളൂ. അത് കഴിയുമ്പോഴത്തേനും അതങ്ങ് കുറയും. എന്നിട്ട് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കടുകിൻ്റെ പൊടി എൻ്റെ ദേഹത്തെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്, അതായത് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് തലമുടി നന്നായിട്ട് ഉണങ്ങി, ഞാൻ കണ്ടീഷണറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് തലമുടി കഴുകിയത് മാത്രമേ ഉള്ളൂ. കണ്ടോ എൻ്റെ തലമുടി എത്ര മാനേജബിൾ ആണെന്നും. നന്നായിട്ട് മാനേജ് ചെയ്യാനും പറ്റും. അതുപോലെ വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. തലമുടി നല്ല സിൽക്കി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ.